നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ ബ്രസീൽ അർജന്റീന മത്സരം ഓർമ്മയില്ലേ? നവംബർ മാസത്തിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ ബ്രസീലിലെ റിയോ ഡി ജനീറോയിലെ പ്രസിദ്ധമായ മാറക്കാന സ്റ്റേഡിയത്തിലാണ് ആ കളി നടന്നത്. കളിക്ക് മുമ്പുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ എന്തായാലും ആരാധകരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാകും. രണ്ട് ടീമിന്റെയും ആരാധകർ തമ്മിൽ സ്റ്റേഡിയത്തിൽ വെച്ച് ഏറ്റുമുട്ടി, പോലീസ് ഇടപെട്ടു, ആകെ പ്രശ്നമായി. ലിയോ മെസ്സിയും സംഘവും കളിക്കളം വിട്ട് ലോക്കർ റൂമിലേക്ക് കയറിപ്പോയി. പിന്നെ കാര്യങ്ങളൊന്ന് ശാന്തമായിട്ടാണ് കളി ആരംഭിച്ചത്. അന്ന് ഉണ്ടായ ഈ സംഭവങ്ങളുടെ പേരിൽ ഫിഫ അപ്പോൾ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ അതിന്റെ വിധിയും പറഞ്ഞിരിക്കുകയാണ്. രണ്ട് ടീമിനെതിരെയും ഫിഫ നടപടിയെടുത്തിരിക്കുന്നു. അർജന്റീനയ്ക്കെതിരെയും ഫിഫ, അതുപോലെ ബ്രസീലിനെതിരെയും ഫിഫയുടെ നടപടി എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം കൂടി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് പറയുന്നത് സ്റ്റേഡിയത്തിന് ചുറ്റും വേണ്ട വിധത്തിലുള്ള ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ രണ്ട് ടീമിനും കഴിഞ്ഞിട്ടില്ല. അപ്പം ഓർഡർ ആൻഡ് സെക്യൂരിറ്റി അറ്റ് ദി മാച്ച് എന്നുള്ള കാര്യം ബ്രീച്ച് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ നടപടി വന്നിരിക്കുന്നത്. ബ്രസീലിനെതിരെ 50,000 സ്വിസ് ഫ്രാങ്കിന്റെ പിഴയാണ് ഇപ്പോൾ ഫിഫ ചുമത്തിയിരിക്കുന്നത്. അതേസമയം അർജന്റീനയുടെ കാര്യത്തിലും 20,000 സ്വിസ് ഫ്രാങ്കിന്റെ പിഴ വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് ടീമിനും പിഴയുണ്ട്. ബ്രസീലിന് 50,000, അതുപോലെ അർജന്റീനയ്ക്ക് 20,000. കഴിഞ്ഞില്ല. അർജന്റീനയ്ക്ക് മറ്റു ചില പിഴകൾ കൂടിയുണ്ട്. അത് മറ്റു ചില മത്സരങ്ങളിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ, അതായത് ഒരു മിസ്കണ്ടക്ട്, കിക്ക് ഓഫ് വൈകിപ്പിച്ചു, അതുപോലെ തന്നെ ആരാധകർക്കിടയിൽ ഡിസ്ക്രിമിനേഷൻ നടത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തിക്കൊണ്ട് അർജന്റീനയ്ക്ക് വേറെ ഒരു 50,000 പിഴ കൂടിയുണ്ട്. കൂടാതെ അർജന്റീനയുടെ ഒരു കളിക്ക് സ്റ്റേഡിയം ബാൻ, പകുതി ആരാധകരെ കയറ്റാൻ പാടുള്ളൂ. അത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ബ്രസീൽ അർജന്റീന മത്സരത്തിലെ മാത്രം കണക്കെടുത്താൽ അർജന്റീനയ്ക്ക് 20,000 സ്വിസ് ഫ്രാങ്കിന്റെ പിഴയും ബ്രസീലിന് 50,000 സ്വിസ് ഫ്രാങ്കിന്റെ പിഴയുമാണ് ഇപ്പോൾ ഫിഫ വിധിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.